പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്താവചനം മത്തായി, മർക്കോസ്, ലൂക്ക എന്നീ 3 സുവിശേഷകരും പരാമർശിക്കുന്ന മറ്റൊരു തർക്കവിഷയമാണ് നാം ധ്യാനിക്കുന്നത്. ഫരീസിയരും ഹെരോദ് പക്ഷക്കാരും യേശുവിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് തർക്കിച്ച ശേഷം അടുത്ത തർക്കവുമായി സദുക്കായരാണ് യേശുവിനെ നേരിടുന്നത്. ഈ സദുക്കായർ ഇസ്രായേലിലെ സുസമ്മതരും ഉപരിവർഗത്തിൽപ്പെട്ട വലിയ സമ്പന്നരുമായ ഒരു വിഭാഗമാണ്. വളരെ കർക്കശക്കാരും യാഥാസ്ഥിതികരുമായ ഇവർ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചോ തീരെ വിശ്വാസമില്ലാത്തവരുമാണ്. മോശയുടെ നിയമമായ തോറയും, അതായത് ബൈബിളിലെ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ, പഞ്ചഗ്രന്ഥി, അതിൽ മാത്രം വിശ്വസിക്കുന്നവരുമാണ്. ആ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്ന താൽമൂദിൽ മാത്രം ശരണം വയ്ക്കുന്ന ഈ കൂട്ടരാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ ഭരണാധികാരികളും മഹാപുരോഹിത പ്രമാണികളും. അതുകൊണ്ട് തന്നെ യേശുവിനെ പിലാത്തോസിൻ്റെ മുമ്പിൽ എത്തിച്ച് കുരിശുമരണത്തിന് മുറവിളി കൂട്ടിയവരിൽ പ്രമുഖരുമാണ്. പുനരുദ്ധാനത്തെക്കുറിച്ച് സംശയം തീർക്കാനെന്ന ഭാവേനയാണ് ഇവർ യേശുവിനെ സമീപിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. മോശയുടെ ഒരു നിയമം എടുത്ത് കാണിച്ച് അവർ ഒരു സംഭവം വിവരിക്കുന്നു. ഒരു വീട്ടിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. മൂത്ത ആൾ വിവാഹം കഴിച്ചു, എന്നാൽ അതിൽ കുട്ടികളുണ്ടായില്ല. ആ ആൾ മരിച്ചു. ഗോത്ര സമ്പ്രദായം നിലനിർത്താൻ അടുത്ത സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് കുട്ടികളെ ജനിപ്പിക്കണമെന്നാണ് മോശയുടെ ഒരു നിയമം. അടുത്ത സഹോദരനും ആ സ്ത്രീയെ വിവാഹം ചെയ്തു, കുട്ടികളില്ലാതെ മരിച്ചു. അങ്ങനെ 7 സഹോദരങ്ങളും ആ വിധവയെ തന്നെ വിവാഹം ചെയ്ത് കുട്ടികളില്ലാതെ മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. സദുക്കാരുടെ സംശയം ഇതാണ്: പുനരുദ്ധാനത്തിൽ ആ സ്ത്രീയുടെ ഭർത്താവ് ആരായിരിക്കും? അവൾ 7 പേരെയും വിവാഹം കഴിച്ചിരുന്നല്ലോ. പുനരുദ്ധാനമോ മരണാനന്തര ജീവിതമോ ആത്മാവോ മാലാഹമാരോ ഒന്നിലും വിശ്വസിക്കാത്ത സദുക്കായരുടെ ഈ ചോദ്യം, ഈ സംശയം യേശുവിന് മനസ്സിലായി. യേശു പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. പുനരുദ്ധാനത്തിൻ്റെ യുഗത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല. അവർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ദൂതന്മാർ മാത്രമായിരിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണമടഞ്ഞ നിങ്ങളുടെ പൂർവ്വപിതാക്കളായ അബ്രഹാത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം താനാണെന്ന് ദൈവം മോശയോട് പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? മരിച്ചവർ ദൈവത്തോടൊപ്പം ജീവിക്കും എന്ന് പുനരുദ്ധാനത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയതിൽ നിങ്ങളെന്താണ് വിശ്വസിക്കാത്തത്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വചനങ്ങൾ വളരെ വായിക്കുമ്പോഴല്ല, വഴിയെ വായിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മൾക്കതിലെ നിഗൂഢതകൾ വെളിവാക്കി തരുന്നത്. നമ്മൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് മറിച്ചു കളയാനുള്ളതല്ല